സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം ആദ്യത്തെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സാലറി 3000 രൂപ, അതേപോലെ അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ 1000 രൂപ കൂട്ടി അതിൻ്റെ കൂടെ ഒരു പോപ്പുലർ ഡിസിഷനും കൂടെ പറഞ്ഞു. അതായത് സ്ത്രീകൾക്ക് ഇനി മുതൽ KSRTCയിൽ ജൂൺ 15 മുതൽ അവർക്ക് ഫ്രീ ആയിരിക്കും. അതിൻ്റെ അനോമാലീസ് അതിൻ്റെ റൂൾസും സംഭവങ്ങളൊക്കെ ലേറ്റർ സ്റ്റേജിൽ ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ചിട്ട് പറയുമെന്നാണ് പറഞ്ഞത്. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. ഏത് ഗവൺമെൻറ്റും ഫ്രീ ബീസ്, അതായത് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നതിന്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി അത് കൊടുത്തപ്പോഴും ഇത് സംഭവങ്ങൾ കൊടുത്തപ്പോഴും അതിനെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. അതായത് ഒരു സാധനവും ഒരാൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കരുത്. ഡിസേർവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഫ്രീ ആയിട്ട് കൊടുക്കാവൂ. ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ അത് ഡിസേർവ് ചെയ്യുന്ന, ഇൻക്ലൂഡിങ് കുടിക്കുന്ന വെള്ളം പോലും അത് ഡിസേർവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഫ്രീ ആയിട്ട്. അത് കാരണം താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പം അതിനെ കണ്ടുപിടിച്ച് അവർക്കാണ് അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ എല്ലാവർക്കും ഓരോ സ്റ്റേറ്റുകൾ ഇതേപോലെ ഫ്രീ ബീസ് അങ്ങോട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം, ഈ മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റി പിന്നെ എന്തു പുല്ല പിന്നെ ഇതിനകത്ത് അർത്ഥമുള്ളത്. ഫ്രീ റേഷൻ അരി, ഫ്രീ കിറ്റുകൾ, ഫ്രീ അത്, ഫ്രീ ഫീസ്, സ്കൂൾ ഫീസ് ഫ്രീ, മറ്റുള്ള ഫീസുകൾ ഫ്രീ. ഞാൻ ഫ്രീ കൊടുക്കുക. അത് ആരാണ് ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ബീസ് ഇത് ഭയങ്കര ഡേഞ്ചറാണ്, ഡിസാസ്റ്ററാണ്. കോൺഗ്രസ് മാത്രമല്ല, BJP അതിൻ്റെ ഉസ്താദന്മാരാണ്. അവരും അങ്ങ് ജയിക്കാൻ വേണ്ടി ഫ്രീ അങ്ങ് കൊടുക്കുകയാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ, ഇന്ത്യ പോലൊരു എക്കോണമി ഉള്ള രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര വേസ്റ്റ് കണ്ടീഷനിലോട്ടെങ്കിൽ ഇതങ്ങ് പോകും. ഇനി ഞാനൊരു കാര്യം ഈ ട്രാൻസ്പോർട്ട് ബസ്സുമായി ബന്ധപ്പെട്ട് പറയാം. അതായത് കോവിഡിന് മുമ്പ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ വെച്ചായി പറയുന്നത്, ഇഷ്ടംപോലെ ബസ്സുകളുണ്ടായിരുന്നു. ഏകദേശം 10,000, 15,000, 20,000-ഓളം ബസ്സുകളുണ്ടായിരുന്നു. കോവിഡിന് ശേഷം അത് ഏകദേശം 7,000, 8,000. അതായത് ഇന്ന് ഫ്ലീറ്റുകൾ, അതായത് കേരളത്തിൻ്റെ റോഡുകളിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ 7,000, 8,000 ബസ്സുകളേ ഉള്ളൂ. ഇതിനകത്ത് ഏകദേശം 15,000 മുതൽ 16,000 പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ ബസ്സുകളിൽ, ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഈ ബസ്സിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വരുന്ന സമയത്ത്, അതായത് വർക്ക്ഷോപ്പിൽ പോകുന്നു, അതിൻ്റെ പണി അതൊക്കെ വേറെ. അപ്പം ഏകദേശം കേരളത്തിൽ ഏകദേശം ആവറേജ് കാൽക്കുലേഷൻ നടത്തുവാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ എണ്ണം, അതായത് വർക്ക്ഷോപ്പും ഈ പറയുന്ന ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരും, ഡ്രൈവറാണെങ്കിലും കണ്ടക്ടറാണ്, ഒരു ബസ്സിൽ 3 പേരെ വെച്ചെടുക്കുക ജോലിക്കാരൻ. അപ്പം അങ്ങനാണെങ്കിൽ തന്നെ ഏകദേശം 25,000 പേര് ഈ 7,000, 8,000-ഓളം ബസ്സുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ, ഇത് ഈ ലോങ് റൂട്ടൊന്നും വേണ്ട, ഈ 10 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മിനിമം 10 കിലോമീറ്റർ ആയിരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 15 കിലോമീറ്റർ ആയിരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആലുവയിൽ നിന്ന് എറണാകുളം സിറ്റിയിൽ ജോലിക്ക് വരുന്നു, അല്ലെങ്കിൽ കാക്കനാട് നിന്ന് എറണാകുളം സിറ്റിയിൽ ജോലിക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരത്തു നിന്നും ജോലിക്ക് വരുന്നു സ്ത്രീകൾ വരുന്നു. ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിനകത്ത് പിന്നെ ആൾക്കാരെവിടെ? ഈ പറയുന്ന കുട്ടികൾ, കൺസെഷൻ കൊടുക്കുന്ന കുട്ടികളല്ലേ പിന്നെ അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ. അവരുടെ പൈസ കൊണ്ട് എങ്ങനെയാണ് ഈ ബസ് റൺ ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു സ്ത്രീ, അവരുടെ ഒരു പെൺകുട്ടി കാണും, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കാണും, ഭർത്താവ് കാണും, കുടുംബമായിട്ട് എവിടെയെങ്കിലും പോകുന്നു, അടുത്ത സ്റ്റേഷനിലോട്ട് പോകുന്നു. അവർ ഈ പെൺകുട്ടി, ആൺകുട്ടി, കാരണം അവർക്ക് ഫ്രീ ആണ്, അവർ ട്രാൻസ്പോർട്ടിൽ കയറുന്നു, ഭർത്താവും ട്രാൻസ്പോർട്ടിൽ കയറുന്നു. അതായത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളിൽ വരാൻ പോകുന്ന പിന്നെ പുരുഷന്മാർ മാത്രമാകും. സ്ത്രീകളൊന്നും യാത്ര ചെയ്യാതെ വരും, കാരണം ഫ്രീ അല്ലേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ബസ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ആലോചിക്കേണ്ട സംഭവമായത്. കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള സംഭവം കൊണ്ടുവന്ന് കഴിയുമ്പോൾ
ഈ ഡൽഹി സ്റ്റേറ്റിലൊക്കെ സക്സസ് ആകും, കർണാടക സക്സസ് ആകും. കേരളത്തിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ബസ്സുകളില്ലാതെ ഇത്രയും പേരുടെ ജോലി അങ്ങ് പോകും. ഒറ്റയടിക്ക് ഇത്രയും പേരുടെ ജോലി പോകും. പിന്നെ ആരെ പിന്നെ പ്രൈവറ്റ് ബസ് മേടിക്കുന്നത്? KSRTC മാത്രമാകും. ഇപ്പൊ KSRTC വല്ലതും പണിമുടക്കോ കുന്തം കുടച്ചക്രമൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളം മുഴുവനും ഹാൾട്ടായി. അതിനൊക്കെ പേര് കേട്ടതാണ് ഈ KSRTC. അതായത് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ ആലോചിച്ച് നോക്കണം, ഫ്യൂച്ചർ എങ്ങനെ പോകും. ഞാൻ ഇതിനെ അനുകൂലിക്കുന്നില്ല. ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കണം. അല്ലാതെ ബൈങ് പവറും പണമുള്ള ആൾക്കാർക്ക് ഈ പറയുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, എല്ലാം ഫ്രീ ആയിരിക്കണം. ഫ്രീ എന്ന പറഞ്ഞ കാര്യം, അത് ഫ്രീ എന്താണെങ്കിലും അത് ഇഷ്ടം പോലെ വാങ്ങിക്കോളും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഫ്രീ ആയിട്ട് ഈ പറയുന്ന റേഷനിന് മേടിച്ചിട്ട് കോഴിക്ക് കൊടുക്കും. ഇതൊക്കെ സത്യമായത്. അതാ പറയുന്നത്, ഡിസേർവ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവൂ. ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല ഈ ആശാ വർക്കർമാർക്ക് അഡീഷണലായിട്ട് 3000 രൂപ കൊടുത്തത്. ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല. അതിനെ ഒരു കമ്മിറ്റി വെച്ച് പഠിച്ചിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ സംഭവം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ലേബർ, അതേപോലെ ഹോട്ടല്, ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതാണ് ഈ ബംഗാളികളാണ്. കേരള ഔട്ട്സൈഡ് സ്റ്റേറ്റ്. കേരളത്തിലോ റെസ്റ്റോറൻറ്റിലോ ഹോട്ടൽസിലോ ജോലി ചെയ്ത ശമ്പളം കിട്ടത്തില്ല. ശമ്പളം കിട്ടും. ഇനി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആണുങ്ങൾ, അതായത് മെയിൽ, അവരെ മുഴുവൻ ഒരു കിലോമീറ്റർ റോഡിൽ കൂടെ കേരളത്തിൽ നടന്നു നോക്ക്, മിനിമം 3-4 ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ കാണാം, സ്ത്രീയും ആണും എല്ലാം ഉൾപ്പെടെ. അപ്പം ഒരു ജോബിൻ്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറാണ് ഇതേപോലെയുള്ള പണം കൊടുത്തില്ലാതെ. ആശാ വർക്കർ ആരാണ്? ഡിസേർവ് ചെയ്യുന്നവർക്ക് കൊടുക്കണം. അതിനെ ഞാൻ എതിർക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഈ കാണിക്കുന്ന ഇതേപോലെ ലാവിഷായിട്ട് കൊടുക്കുമ്പോൾ, അതായത് വേറൊരുത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അവൻ്റെ ടാക്സ് അവന് ഡിസേർവ് ചെയ്യുന്ന പലതും സ്കീംസും മാറ്റി വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓൾറെഡി കേരളത്തിൽ ഇഷ്ടം പോലെ പെൻഷൻ സ്കീമുണ്ട്. ആ സ്കീമുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം. ഇതേപോലെയുള്ള സോപ്സ്, ഇതേപോലെയുള്ള സംഭവങ്ങളും ഇന്ദിരാ ക്യാൻറ്റീൻ ഞാൻ അനുകൂലിക്കുന്ന സംഭവമാണ്. കാരണം അതേപോലെയുള്ള സ്ത്രീകൾ വന്നു കഴിയുമ്പോൾ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സംഭവം, കാരണം കേരളത്തിൽ അതൊരു പുതിയൊരു കൾച്ചർ തുടങ്ങി വെക്കേണ്ടത് ആവശ്യമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യൽ സപ്പോർട്ടുണ്ട്. നല്ല പരിപാടിയാണ്. ബാക്കിയുള്ള ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക, അതിൽ ഫ്രീ കൊടുക്കുക, ഇത് ഫ്രീ കൊടുക്കുക, ഇത് ബേസിക്കലി ഒരു നല്ല കൾച്ചറേ അല്ല. ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി പാർട്ടി, ഈ വോട്ട് നേടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ ഗിമിക്സ് മാത്രമാണ്. ഇത് ചെയ്ത് അവസാനം മറ്റു പലതിനും അഡീഷണൽ ടാക്സ് കയറ്റി, അതായത് ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിനും വല്ലാത്ത ക്രൈസിസിലോട്ട് ഇതിനെ അങ്ങ് കൊണ്ടുപോകും. ഇതാണ് ഗവൺമെൻറ് പല സ്കീമുകൾ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ അധോഗതി ഉണ്ടാക്കും. തമിഴ്നാട്ടിൽ സ്കീം കൊണ്ടുവന്ന് അവിടെ പണമില്ലാതായെന്ന് തന്നെ സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു. കർണാടക സ്ഥിതി മോശമല്ല. ഇവരൊക്കെ കർണാടകയിൽ ഈ കള്ളിനും മറ്റു സാധനത്തിനൊക്കെ അങ്ങ് പ്രൈസ് കൂട്ടും. മറ്റുള്ള സാധനമൊക്കെ പലതിനും പ്രൈസ് അങ്ങ് കൂട്ടും, ടാക്സ് അങ്ങ് കൂട്ടും. കാരണം ഇതിനെ പിടിച്ചു നിൽക്കണ്ടായോ? ഇതെങ്ങനെ പിടിച്ചു നിൽക്കും? ഉള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. ഈ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഉണ്ടാവത്തില്ല. ഈ പറയുന്ന മറ്റൊരു സാധനവും ഫ്രീ ആയിട്ട് ഉണ്ടാവത്തില്ല. പക്ഷെ എല്ലാം കൂടെ ഫ്രീ കൊടുത്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ആ രീതിയിൽ കൊണ്ടുപോകരുത്. എലക്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്ന ആരാണ് അർഹിക്കുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അല്ലാത്തവർക്ക് ചാർജ് ചെയ്യുക തന്നെ ചെയ്യണം. അത് ഈ പറയുന്ന ടാക്സ് കൊടുക്കുന്നവന് വേദനിക്കും ഈ സംഭവം കാണുമ്പോൾ. അതായത് ഡിസേർവ് ചെയ്യാത്തവർക്ക് ഫ്രീ ആയിട്ട് അതും ഇതുമൊക്കെ വാരി വലിച്ചു കൊടുക്കുകയാണ്. കാരണം പല ആൾക്കാർക്കും ജോലിക്ക് പോകാൻ താല്പര്യമില്ല, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഒരു വീടുകളിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുവാണ്. കേരളത്തിലെ പല പ്രായമുള്ളവർ വീടുകളിൽ ജോലിക്ക് ആളിനെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ മിനിമം ജോലിക്ക് പോവാണെങ്കിൽ ഒരു മാസം മിനിമം 15,000 മുതൽ 20,000 രൂപ ശമ്പളം കൊടുക്കുന്നതിന് 8 മണിക്കൂർ സ്ത്രീകൾ പോയി ജോലി ചെയ്താൽ അതിന് പോലും തയ്യാറല്ല. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. കാരണം എനിക്കിത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് എങ്ങനെയും ജോലി ചെയ്യാതെ സമരം ഉണ്ടാക്കി സാധനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയെടുക്കുക.
ഇതിനെ എതിർക്കുക തന്നെ ചെയ്യണം. സതീശൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ പോപ്പുലർ സ്കീം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നട്ടലൊടിക്കും, കേരളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇത് വരാനുള്ള തലമുറ, പുതിയ തലമുറയോട് തെറ്റായ സന്ദേശമാണ്. എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പാഠം, ഒന്നും ഫ്രീ അല്ല. പക്ഷെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന പാഠം, നീ ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് എല്ലാം തരും. ഇത് തെറ്റായ സന്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്.